ദൈവവും മനുഷ്യനുമൊന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗ്ഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗ്ഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിന്റെ ആത്മാവിൽ ധരിച്ചു പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ധരിച്ചു പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ ജീവിതത്തിൻ നന്മയായി നിറഞ്ഞുകാവിൻ കരുണമേ. ജീവിതത്തിൻ നന്മയായി നിറഞ്ഞുകാവിൻ കരുണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ജീവിതത്തിൻ നന്മയായി നിറഞ്ഞുകാവിൻ കരുണമേ. ജീവിതത്തിൻ നന്മയായി നിറഞ്ഞുകാവിൻ കരുണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ജീവിതത്തിൻ നന്മയായി നിറഞ്ഞുകാവിൻ കരുണമേ. ജീവിതത്തിൻ നന്മയായി നിറഞ്ഞുകാവിൻ കരുണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ. 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 എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
Come Holy Spirit, come Holy Spirit. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. Come Holy Spirit, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ തുഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കത്തി പടരണമേ. എല്ലാവരും ദാഹത്തോടെ ഞങ്ങളിൽ കത്തി പടരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എല്ലാവരും ദാഹത്തോടെ വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. എന്നിൽ കത്തിൽ പടരണമേ, വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിലുള്ള പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുത് മാറ്റണമേ. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുത് മാറ്റണമേ. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ. എല്ലാവരും ദാഹത്തോടെ ദൈവസ്നേഹം നിറയ്ക്കണമേ, ദാഹത്തോടെ ദൈവസ്നേഹം നിറയ്ക്കണമേ. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ദൈവസ്നേഹം നിറയ്ക്കണമേ, ദൈവസ്നേഹം നിറയ്ക്കണമേ, ദൈവസ്നേഹം, സ്നേഹം, സ്നേഹം. എല്ലാവരും ദാഹത്തോടെ സ്നേഹം, 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 ശാന്തി, ആനന്ദം, സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ദാഹത്തോടെല്ലാം ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. Fill me, fill me, fill me. Love, joy, peace. Love, joy, peace. സ്നേഹം, ശാന്തി, ആനന്ദം. സ്നേഹം, ശാന്തി, ആനന്ദം. കൈയടിച്ച് സ്നേഹം, ശാന്തി, ആനന്ദം. സ്നേഹം, ശാന്തി, ആനന്ദം. Fill me, fill me, fill me. സ്നേഹം, ശാന്തി, ആനന്ദം. സ്നേഹം, ശാന്തി, ആനന്ദം. Fill me, fill me, fill me. സ്നേഹം, ശാന്തി, ആനന്ദം. സ്നേഹം, ശാന്തി, ആനന്ദം. Fill me, fill me, fill me. Fill me, fill me, fill me. Love, joy, peace. Love, joy, peace. സ്നേഹം, ശാന്തി, ആനന്ദം. സ്നേഹം, ശാന്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്നേഹം, സ്നേഹം നിറയണമേ. ഞങ്ങളെ സ്നേഹം നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം, സ്നേഹം. യഥാർത്ഥ സ്നേഹം ഭയത്തെ അകറ്റുന്നു. സ്നേഹം നമ്മളിലേക്ക്, നമ്മളിലൂടെ തലമുറകളിലേക്ക് ഒഴുകുന്നു. മക്കളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക് സ്നേഹം ഒഴുകണം.
നമ്മളിൽ നിറഞ്ഞാൽ അത് യെശയ്യാ 59:21 പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവും വചനവും നിങ്ങളിൽ നിന്ന് അകന്നു പോകയില്ല, നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അവരുടെ സന്താനങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് തരുൾ ചെയ്യുന്നത്, കർത്താവാണ് തരുൾ ചെയ്യുന്നത്, കർത്താവാണ് തരുൾ ചെയ്യുന്നത്, കർത്താവാണ് തരുൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, സൗമ്യത, ആത്മസംയമനം നിങ്ങളിൽ നിന്ന് അകന്നു പോകയില്ല. നിങ്ങളിൽ നിറഞ്ഞാൽ നിങ്ങളുടെ സന്തതികളിൽ നിന്ന് അകന്നു പോകയില്ല. ജ്ഞാനം, അറിവ്, വിവേകം, ദൈവഭയം, ധൈര്യം, ആത്മധൈര്യം, ദൈവഭയം നിങ്ങളിൽ നിന്ന് അകന്നു പോകയില്ല, നിങ്ങളിൽ നിന്ന് അകന്നു പോകയില്ല, നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് അകന്നു പോകയില്ല. യെശയ്യാ 11 ഈശോയുടെ രാജകീയ അഭിഷേകത്തിന്റെ എന്താണ് ഈശോയുടെ രാജകീയ അഭിഷേകത്തിലുള്ളത്? ജസ്സയുടെ കുറ്റിയിൽ നിന്നും യെശയ്യാ 11:1 മുതൽ ജസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുളക്കിളർത്ത് വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒറ്റ ചോദ്യം, ഈ യെശയ്യാ പ്രവചനം പൂർത്തിയാകുമോ? 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 ആ ബോധ്യത്തിൽ ഒന്നുകൂടി ഏറ്റു പറഞ്ഞേ, ഈ പ്രവചനം പൂർത്തിയാകുമോ? പ്രവചനം പൂർത്തിയാകും. അപ്പൊ അത് ഓർത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയോ. ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു, ഈ കാലഘട്ടത്തിൽ തന്നെ ഇത് സംഭവിക്കട്ടെ. ഞങ്ങളിത് വിശ്വസിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ദാഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ജ്ഞാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മളെല്ലാവരും ദൈവിക ജ്ഞാനം നിറയുന്നതിന് അഭിഷേകം തുറക്കട്ടെ, അനോയിന്റിംഗ് തുറക്കട്ടെ, യേശുവിലുള്ള രാജകീയ അഭിഷേകം തുറക്കട്ടെ, യേശുവിലുള്ള രാജകീയ അഭിഷേകം തുറക്കട്ടെ. ഞങ്ങൾക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ലേപനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ അഭിഷേകങ്ങൾ തുറക്കട്ടെ.
Come, Holy Spirit. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. നിത്യപുരോഹിതനായ ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണേ. അങ്ങ് ഞങ്ങളിൽ പ്രാർത്ഥിക്കണേ. ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. നമുക്കിരിക്കാം. അല്പസമയം ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി ഈ രാജാവ്, നമ്മുടെ ആത്മാവാകുന്ന രാജ്ഞിയിൽ, ഈ രാജാവ് നമ്മുടെ ആത്മാവാകുന്ന മണവാട്ടിയിൽ കുടികൊള്ളുന്നു. മണവാട്ടിക്ക് വേണ്ടതെല്ലാം തരും. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കി, പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ ദാനങ്ങളാണതെല്ലാം. വർണ്ണശബളമായ അങ്കി, മന്ത്രയോടി വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ. സങ്കീർത്തനം 45. നമ്മളെക്കുറിച്ച് നമ്മൾ വളരെ താഴ്ന്നാണ് ചിന്തിക്കണേ. ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മളെ തൻ്റെ മണവാട്ടിയായിട്ട് മന്ത്രകോടി ഒളിപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ച് ഒരു രാജകീയ വിവാഹത്തിന് ഒരുക്കിയിരിക്കുകയാണ്. ഒന്ന് ഉന്നതമായി ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക. ഞാൻ പാപിയും ബലഹീനവുമായ എനിക്ക് എന്ത് വരവുണ്ടാകാനാ? ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതിന് മലയാളം എന്താ? അപകർഷതാബോധം. അതിനെ നമുക്കങ്ങ് കംപ്ലീറ്റ് അങ്ങ് വിട്ട് അതിനെ നോക്കി. ഈശോ ആരെല്ലാം അടുത്തേക്കാ വന്നത്? ആ സമരിയാക്കാരി. ഓക്കെ, ഈശോ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കാത്തിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആളിതേ റോക്കറ്റ് മാതിരി ഓടാണ് സമരിയ പട്ടണത്തിലേക്ക്. ആദ്യത്തെ സുവിശേഷ പ്രവർത്തകയായിട്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അനിമേഷൻ ഫിലിമിൽ ചില കാര്യങ്ങൾ ചേർത്തൊക്കെയാണ് ഞാനിങ്ങനെ. അപ്പൊ ഈ സമരിയാക്കാരി അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ടു, വലിയൊരു ജനസമൂഹത്തെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അപ്പോ പത്രോസ് പറയാനേ സമരിയാക്കാരുടെ അടുത്ത് ചെന്നിട്ട്, കർത്താവ് പറഞ്ഞു എന്നോട് നീ മനുഷ്യനെ പിടിക്കണവനാക്കുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പൊ നീയാണ് അത് ചെയ്തേക്കണെന്ന്. ഇടയ്ക്കിങ്ങനെ ഇല്ലേ? പത്രോസിനോട് പറഞ്ഞു നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കണവനാക്കാം. പക്ഷേ പത്രോസ് ആ സമരിയാക്കാരി ഇതേ മനുഷ്യന്മാരൊക്കെ പിടിച്ചുകൊണ്ടുവന്നേ. എന്ത് പരിശുദ്ധി, എന്ത് ആണ് അവളിലുണ്ടായിരുന്നത് പറയും. അപ്പൊ നമ്മൾക്ക് ശരിക്കും എനിക്കങ്ങ് അത്ഭുതം തോന്നാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ അങ്ങ് ആശ്ചര്യപ്പെടുത്താണ്. നമ്മൾ എന്തൊരു മണ്ടന്മാരാണ്, എന്തൊരു വിഡ്ഢികളാണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മളെ തന്നെ എന്തിനാണ് ഇത്രയും കുറച്ച് ചിന്തിക്കണേ? നമ്മൾ ത്രിത്വൈക ദൈവം വസിക്കുന്ന ആലയങ്ങളല്ലേ? ഈ ത്രിത്വൈക ദൈവം നമ്മളിൽ വസിച്ചിട്ട് പോലും നമ്മളുടെ അന്തസ്സ് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കാറ്റഗിസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ. 1700 മുതലുള്ള, ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല, 1700 മുതലുള്ള ഭാഗത്തിൽ പറയാണ്, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിലും the crown of the creation മനുഷ്യൻ മാത്രമാണ് തൻ്റെ വ്യക്തിത്വവും തൻ്റെ ഛായയോടും
സൃഷ്ടിച്ച ഏക വ്യക്തി, മറ്റൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. നമ്മളൊന്ന് വിലമതിച്ച് നമ്മളെ തന്നെ. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരിക്കലൊരു ഫാമിലി യൂണിറ്റിന്റെ പ്രയറിന് ഞാനുണ്ടായിരുന്നു. അപ്പൊ അന്ന് വേദപുസ്തകം വായിച്ച ഒരു പെൺകൊച്ചി വേദപുസ്തകം വായിച്ചു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുകയാണ്, നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കാം. അത് കഴിഞ്ഞ് ഓരോരുത്തർ ഷെയറിങ് ചെയ്യാണ്. ഈ കൊച്ചു പറയാനേ, എന്നെ പോലെ എൻ്റെ ആൾക്കാരെ സ്നേഹിക്കാൻ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ ആൾക്കാരെ? അത് പറഞ്ഞപ്പോൾ എല്ലാവരും വലിയൊരു സത്യം പറഞ്ഞ മാതിരി തോന്നില്ലേ? അവള് പറയാനേ, എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല, എൻ്റെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ, എനിക്ക് എന്നെ ഇഷ്ടമില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല. എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്നാണ് ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ ഞാൻ സാവധാനം അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ പറയണത് തെറ്റാണ്. നിന്റെ ഈ പുറത്തെ ആകൃതി ഒന്നുമല്ല നോക്കേണ്ടത്. ദൈവം നിന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ചു. മാത്രമല്ല, നിന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാനിരിക്കുന്നവരിലും ഇപ്പൊ വർത്തമാനകാലത്തിലുള്ളവരിലും ഒരാളെ പോലും ദൈവം നിന്നെ പോലെ സൃഷ്ടിച്ചിട്ടില്ല. നീ അത്രയ്ക്ക് യുണീക്ക് ആണ്. അവളുടെ കണ്ണ് ശരിക്കും വീഴ്ച. അങ്ങനെയാണോ? അതാണ്, നിന്നെ പോലെ വേറൊരാളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം എന്തിന്, കാറ്റഗിസത്തിൽ 27-ാമത്തെ ഖണ്ഡിക, ദൈവം എന്തിന് നമ്മളെ സൃഷ്ടിച്ചു? 27. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കണ്ടോ? സൃഷ്ടിച്ചപ്പോൾ തന്നെ. കാരണം മനുഷ്യൻ, എല്ലാവരും നേറ്റ് പറഞ്ഞേ, മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. പ്രധാന പോയിന്റ് ഇതാണ്. ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു? ഇത് ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം കുറെ കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ചെയ്യാനുണ്ട്. ഞാൻ അതിൽ തന്നെ ബിസി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ അവസാനം ഒന്ന് ചോദിക്കുക, കർത്താവേ നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചേ? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചേ. ഇത് വലിയ കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ എക്സിസ്റ്റ്? വൈ ഡു വി എക്സിസ്റ്റ്? ദൈവം സൃഷ്ടിച്ചത് കൊണ്ടല്ലേ. ദൈവം ഇങ്ങനെ മാസ് സ്കെയിലായിട്ട് ഉണ്ടാക്കി എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാം, കുറെ പേരെ ഉണ്ടാക്കാം. അങ്ങനെയല്ല ഉണ്ടാക്കിയത്. ഓരോരുത്തരെയും കുറിച്ച് കൃത്യമായ പ്ലാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവാക്കൾക്കുള്ള പ്രബോധനത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവ് എഴുതിയില്ലേ, നിന്നെ ഒരു പ്രേമലേഖനം പോലെ എൻ്റെ ഉള്ളംകൈയിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, നീ എന്ത് ചെയ്യണം? നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചു വെച്ചു, നിന്റെ പേരെഴുതിയിട്ടുണ്ട്, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിയണമെന്ന് വിചാരിച്ചു. ആചാര്യനെ വിളിച്ചിട്ട് പറയാണോ എനിക്കൊരു ബിൽഡിംഗ് പണിയണം, പണി കൊടുക്കുന്ന പറയാണോ ചെയ്യണേ? അവർ പറയും അതെന്താ അങ്ങനെ പറഞ്ഞു. എവിടെ പ്ലാൻ? എവിടെ ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിനൊരു പ്ലാൻ വേണ്ടേ? അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ വേണ്ടേ? അപ്പൊ ആർക്കിടെക്ചറെ വിളിച്ചു. ആർക്കിടെക്ചർ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ആവശ്യം, എത്ര മുറി വേണം, എന്തെല്ലാം സൗകര്യങ്ങൾ വേണമെന്ന് പറയും. എന്നിട്ട് ഞാനൊരു
ഒരു പ്രപ്പോസൽ കൊണ്ടുവരാം, എന്നിട്ട് നിങ്ങളത് നോക്കിയിട്ട് ഇല്ല അത് ശരിയാവില്ല, എനിക്ക് അടുക്കളയിൽ അടുക്കളയ്ക്ക് ഇത്ര സ്പേസ് വേണം, അതിൻ്റെ അടുത്ത് ഇങ്ങനെ ടോയ്ലറ്റ് വേണം, ഇവിടെ ഒരു ലിവിങ് റൂം, അതൊക്കെ നിങ്ങൾ വീണ്ടും പറഞ്ഞു, അതനുസരിച്ച് ഞാൻ മോഡിഫൈ ചെയ്ത് കാണും. അങ്ങനെയെല്ലാം ചെയ്ത് കണ്ടിട്ട് ഇയാളൊരു പ്ലാൻ ഉണ്ടാക്കി വീണ്ടും മോഡിഫൈ ചെയ്ത് അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ ബിൽഡിംഗ് ഓൾറെഡി കടലാസിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന എൻ്റെ വീട്. ഇപ്പം എല്ലാം സ്വപ്നവും ബ്ലൂ പ്രിന്റിലുമാണ്. ഇനിയാണ് അത് പണിയാൻ പോണത്. എന്ന പോലെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് കർത്താവ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനം ആ ബ്ലൂ പ്രിന്റ്, നമ്മളെക്കുറിച്ചുള്ള ആ ബ്ലൂ പ്രിന്റ് ഡൗൺലോഡ് ചെയ്യുക, നമ്മളത് അറിയുക. ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവം പദ്ധതി ചെയ്തിരിക്കുന്ന പ്ലാൻ ഇതാണെന്ന് നമ്മൾ അറിയാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആത്മസന്തോഷമാണ്. എന്നെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് ഞാൻ കണ്ടുപിടിച്ചു. അതനുസരിച്ച് എന്നെ ഓടിക്കാൻ. ഇനിയും കുറേ കാലം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനാ? ഇവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാനൊന്നുമല്ല. ഞാൻ ഇനിയും പഠിക്കണം. കർത്താവിൻ്റെ ജ്ഞാനം ഞാൻ പഠിക്കണം. കറ്റേന അവറിയ 15 അധ്യായം പഠിച്ചപ്പോഴേക്ക് 4 വർഷം കഴിഞ്ഞു. ഇനി ബാക്കി കിടക്കാണ്. മത്തായിയുടെ 14 അധ്യായം പഠിച്ചിട്ടുള്ളൂ ഞങ്ങൾ 4 വർഷം കൊണ്ട്. അപ്പോ ഈ 4 സുവിശേഷവും മുഴുവൻ പഠിക്കണം മാത്രമല്ല, എന്നിട്ട് കർത്താവ് ഒരു ഷോക്കടിക്കണമായൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നീ അതിനോട് ചേർത്ത്, ഇത് സഭാപിതാക്കന്മാരുടെ പ്രബോധനമാണ്. അതോടൊപ്പം ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാർ, ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്റ്റ് പിതാവ്, ഫ്രാൻസിസ് പിതാവ്, ഇനി അതിനു മുമ്പുള്ള പോൾ ആറാമൻ, പിന്നെ അങ്ങനെയുള്ള പിതാക്കന്മാരും, കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ, ജോൺ ഓഫ് ദ ക്രോസ്, അങ്ങനെയുള്ള വേദപാരംഗതന്മാരും, അവര് ഓരോ വചനത്തെക്കുറിച്ചും പറഞ്ഞേക്കണ വ്യാഖ്യാനം കണ്ടുപിടിച്ച് അതും കൂടി ചേർത്ത് അതോടൊപ്പം നിന്റേതായിട്ടുള്ള ഒരു അല്പം എന്താ പറയാ വിവരണവും കൂടി ചേർത്ത് ന്യൂ ടെസ്റ്റ്മെന്റിനെ ഓരോ ചാപ്റ്ററിനും ഓരോ ബുക്ക് വീതം ഒരു സുവിശേഷ വ്യാഖ്യാന പരമ്പര ഉണ്ടാക്കണം. ഞാൻ ആ കൈയടിക്ക് ഇങ്ങനെ നോക്കിയിരിക്കാണ്. കൈയടിച്ചേ കർത്താവിനോട് പറയും, ഈ പ്രവചനം പൂർത്തിയാകുമോ? ആകണമെന്നുണ്ടെങ്കിൽ എന്നെ ഒരു 20 വർഷം കൂടി ജീവിക്കണം. എനിക്ക് നടക്കാനൊന്നും പാടില്ല അധികം. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കിയേക്കണത്, ഞാൻ ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ്. ഞാനെവിടെയാ? ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ്. ശരിക്കും ഓരോ ധ്യാനം കഴിയുമ്പോഴും എല്ലാവരും ഇനി അടുത്ത ധ്യാനം എങ്ങനെ ധ്യാനിപ്പിക്കും? തൊണ്ട അടഞ്ഞ് നടക്കാനും പറ്റില്ല, ശബ്ദവുമില്ല, ഇങ്ങനെയായിരിക്കും കേട്ടോ. പക്ഷെ അടുത്ത ധ്യാനത്തിൽ ചെല്ലുമ്പോഴേ പുലി പോലെ സംഭവം ചാടയാണ്. ഇതാരാ പ്രവർത്തിക്കണേ? ഉയർത്തെഴുന്നേറ്റ കർത്താവ്, പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോ ഒരു വലിയ പ്രോജക്റ്റാണ് ഇത്. പക്ഷെ ഈ പ്രോജക്റ്റ് വന്നപ്പോ ആദ്യം എനിക്ക് ഭയങ്കര ഒരു പേടിയായി. പക്ഷെ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ നീ നയിക്കുമല്ലോ. കാരണം എന്നെ
ദൈവം സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് എനിക്കങ്ങ് തോന്നി. ഈ സുവിശേഷത്തിൻ്റെ ആഴമായ രഹസ്യങ്ങളെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു വ്യാഖ്യാന പുസ്തകം തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമ്മളൊരു ബൈബിൾ അക്കാഡമി ഉണ്ടാക്കാനുള്ള വിചാരമുണ്ട്, ബൈബിൾ കോളേജ്. അപ്പോൾ അതുണ്ടാകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഡിവൈനിലൊക്കെ തുടങ്ങിയല്ലോ. നമ്മൾ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു, ആ സെമിനാറിൽ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനെ വിളിച്ചു. സെന്റ് ജോൺ ഗോസ്പൽ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പ്രൊഫസർ, അവരെയൊക്കെ വിളിച്ചു പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെയല്ല പഠിപ്പിക്കാൻ കർത്താവ് പറഞ്ഞത്. ഈ അൽമായനെ സാധാരണ മനുഷ്യന് ഈ സുവിശേഷം എങ്ങനെ ജീവിക്കണം എന്നത് പഠിപ്പിക്കാനാണ്. എന്താണ് സുവിശേഷം? എങ്ങനെ ജീവിക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ബൈബിൾ അക്കാഡമിയുടെ ടൈറ്റിൽ തന്നെ ഇതാണ്, എൻ അക്കാഡമി ഫോർ ക്രിസ്ത്യൻ ലിവിങ്. ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഇപ്പോൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് തരും. സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും ഓടിയെത്തുകയാണ്. എന്ത് ചെയ്യാൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട്? വല്ല പപ്പടം പാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ആർക്ക് വേണം സർട്ടിഫിക്കറ്റ്? പറയും, എവിടെ കൊണ്ടുപോയി കാണിക്കാൻ? വല്ല 10 രൂപ കിട്ടുമോ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്? അപ്പൊ നമ്മളിപ്പോഴും സർട്ടിഫിക്കറ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ്റെയും പുറകെ ഓടുകയാണ്. എന്നാൽ യഥാർത്ഥ ജ്ഞാനം അതിലല്ല. ആ യഥാർത്ഥ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന സംതൃപ്തിയും, നമ്മളിലൂടെ ഒരു പ്രസരണ സംവിധാനം കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്ന് തയ്യാറായി വന്നത്. അത് എന്താണ് യേശുവിൻ്റെ രാജകീയ അഭിഷേകം? ഇന്ന് നമ്മൾ വളരെ ശക്തമായ അഭിഷേകത്തിൻ്റെ ദിവസമാണ്. രാജകീയ പ്രവാചക പൗരോഹിത്യ അഭിഷേകം. എന്താണ് ഈ സാധനം? അപ്പോൾ അതിൽ ആദ്യം എൻ്റെ അകത്ത് വരുന്ന വചനം ഈശോ അവസാനം പറയാണ് മത്തായിലെ, സ്വർഗത്തിലും ഭൂമിയിലും, പൗലോസ്ലീഹ പറയും, പാതാളത്തിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് തന്നെ. അതുകൊണ്ട് നിങ്ങൾ പോവുക. അതുകൊണ്ട് അപ്പൊ അവിടെ ഒരു ലാംഗ്വേജിന്റെ ഒരു ട്വിസ്റ്റാണ്. അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിലോ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. മനസ്സിലായോ? ലാംഗ്വേജ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്കുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. ഞാൻ പറയണതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, പഠിപ്പിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കണേ? പെട്ടെന്ന് ആരെങ്കിലും അത് പറയാമോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. അത് കഴിഞ്ഞിട്ട് കണ്ടോ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ. അതിനിടയ്ക്ക് ഒരു വാക്ക് നിങ്ങൾ വിട്ടു. അതാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ മിസ്സിങ്. ഇവിടെ നമ്മുടെ അകത്ത് കർത്താവുണ്ട്. നീ എവിടെ പോകണ്ടെന്നുള്ളത് വേറെ കാര്യം. ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പക്ഷെ എന്താണ് അത് കേട്ട് പറഞ്ഞേക്കണത്? പഠിപ്പിക്കുവിൻ. ഞാൻ ഈ കൂട്ടത്തിലൊന്ന് പറയാണ്, ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വരാൻ കുറെ സമയമെടുത്തു. എനിക്ക് ഇരിക്കപ്പെടുന്നില്ല. ഞാനങ്ങ് ഭയങ്കര ആവേശമാണ് ഇത് ഇംഗ്ലീഷിൽ കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ എമ്മാഹൗസിൽ ഓൾറെഡി ഇതിനകത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ക്ലാസ് തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഞാൻ കർദിനാൾ തിരുവേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതുവരെ മലയാളത്തിലായിട്ടില്ല പിതാവേ, അതുകൊണ്ട് ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിക്കോട്ടെ. പിതാവോട് അയ്യോ അങ്ങനെ അതിക്രമൊന്നും ചെയ്യില്ലേ.
പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾക്കിത് ഇതുവരെ കിട്ടിയിട്ടില്ല. ജനം ദാഹിക്കുകയാണെന്ന് മാത്രമല്ല, ജനം അബദ്ധ പ്രബോധനത്തിൽ കുടുങ്ങണു. എന്തുകൊണ്ട്? ഈ പ്രബോധനം കിട്ടാത്തതുകൊണ്ട്. ഞാനങ്ങ് വാശിയിൽ ആർഗ്യുമെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ പരിശുദ്ധ ആത്മാവ് ഇടപെട്ടു. കർദിനാൾ തിരുമേനി പറയാണ്, വേണമെങ്കിൽ നീ ഒരു കമൻട്രി എന്ന് പറഞ്ഞുണ്ടായിക്കോ, കാറ്റക്കിസത്തിന്റെ കമൻട്രി എന്ന് പറഞ്ഞ് അതിലെ പ്രസക്ത ഭാഗങ്ങളെ വ്യാഖ്യാനിച്ച് ഉണ്ടായിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ താമസിക്കുന്നത് POCയുടെ നേരെ ഓപ്പോസിറ്റിലാണ്. POCയുടെ ഓപ്പോസിറ്റിൽ. അപ്പൊ അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അവിടെ അച്ഛന്മാരൊക്കെ ആയിട്ടും ഡയറക്ടറൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. നമുക്കിതൊക്കെ തന്നെ സംസാരിക്കാനാണ്. അപ്പൊ ഞാനിതാണ്ട് വലിയ ഒരു വാർത്തയായിട്ട് ഡയറക്ടർ അച്ഛനോട് എന്ന് പറഞ്ഞു, എനിക്ക് പെർമിഷൻ കിട്ടി. എന്ത് പെർമിഷൻ? കാറ്റക്കിസം ഞാനൊരു കമന്ററിയോട് കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കാൻ പോകുന്നു. അയ്യോ, ഞങ്ങളിത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിവിടെ പ്രിന്റ് ചെയ്ത് വന്നാൽ പിന്നെ അതിവിടെ കെട്ടിക്കിടക്കും, ആരും മേടിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ബ്രദർ അത് ചെയ്യരുത്. കഴിയില്ല പരിപാടി. എന്നാ പിന്നെ നിങ്ങൾ ചെയ്യേ, വേഗം ചെയ്യാം, ഞങ്ങൾ വേഗം ചെയ്യാം. അങ്ങനെയാണ് ഈ സംഭവം വേഗം ഇറങ്ങിയത്. അന്നത്തെ ഡയറക്ടർ അച്ഛൻ ഇപ്പോഴും ഓർക്കും അത്. ഇത് രസം എന്താന്ന് വെച്ചാലേ, ഇത് ചില കാര്യങ്ങള് ഇതിന്റെ പിന്നണിയിലുള്ള നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ആരെയും കുറ്റം പറയാനില്ല. ഈ കാറ്റക്കിസം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിന്റെ ട്രാൻസ്ലേഷന്റെ വെരിഫിക്കേഷനും പെർമിഷനും റോമിൽ നിന്ന് കിട്ടണം. ഇതിന്റെ ഡിക്കാസ്ട്രി, ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. എന്നിട്ട് റോമിലേക്ക് ഇത് അയച്ചേക്കാം. റോമില് മലയാളം പണ്ഡിതരാരാ ഉള്ളത് ഇത് ചെക്ക് ചെയ്യാൻ. റോമിലെ ആ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലുള്ള ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് ചെയ്യാൻ അധികാരമുള്ള ഒരു ബിഷപ്പിന് ഇത് അയച്ചു. ഇതിവിടെ ആർക്കും അറിയില്ല, ആ ബിഷപ്പിന് അയച്ചു. ഇനി ആ ബിഷപ്പ് ഇതിരുന്ന് വായിക്കണം. ബിഷപ്പ് തൻ്റെ പ്രാവീണ്യമുള്ള മറ്റ് അസിസ്റ്റന്റുമാരെ കൊണ്ടത് വെരിഫൈ ചെയ്യിക്കണം. കാര്യത്തിന്റെ കടപ്പ് കണ്ടോ? അതുകൊണ്ടാണ് ഡിലേ ആയത്. ഇതൊക്കെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ എല്ലാം പോയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ അച്ഛന്മാർ പോയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് ഇടിപ്പിച്ച് അത് ചെക്ക് ചെയ്യാൻ ആൾക്കാരൊക്കെ വെച്ച് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പുറത്തു വന്നത്. ഞാൻ പറയാൻ വന്നത്, ഇത് പ്രകാശനം ചെയ്തപ്പോൾ എന്നെയാണ് വിളിച്ച് ഇതിന്റെ ആദ്യത്തെ കോപ്പി സ്വീകരിക്കാൻ. ഇപ്പോഴും പറയാൻ വന്നത് പറഞ്ഞിട്ടില്ല. അപ്പോ കർദിനാൾ തിരുമേനി എനിക്ക് കോപ്പി തന്നപ്പോ ഞാൻ പറഞ്ഞു, പിതാവ് ഒരു വഴി ഇതിനകത്തൊന്ന് എഴുതി എനിക്കൊരു ആശംസ എഴുതാം. പിതാവ് അതിന്റെ ഫ്രണ്ടിൽ എഴുതി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അനുസരിക്കാൻ ഇവരെ പഠിപ്പിക്കുകയും. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈശോ പറയാൻ എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നേക്കണോ, അനുഷ്ഠാനപ്പെടുത്തുവിൻ, അതിനുശേഷം എന്ത് ചെയ്യണം? പഠിപ്പിക്കും. ഇത് നമ്മൾ തന്നെ പഠിപ്പിക്കണം, നമ്മൾ തന്നെ പഠിക്കണം. ഒരു സെക്കൻഡ്. ഹലോ, നീ അവർ തിരിച്ചു വിളിച്ചോ. ഞാനിവിടെ ക്ലാസ്. അപ്പൊ ഇപ്പൊ ഓപ്പറേഷന് വേണ്ടി പോയിട്ടുണ്ടാവും. ഡോണ്ട് വറി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. ഓക്കെ, ക്ലാസ്സിലാണ് ഇപ്പോൾ. ഓക്കെ, വൈഫാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാനേ, സ്നേഹമുള്ളവരെ, ഈ ഈശോയുടെ രാജകീയ അഭിഷേകം എന്ന് പറയണതിൻ്റെ അതിൻ്റെ പ്രധാന എസെൻസ് ഇതാണ്. അത് പൗലോസ്ലീഹാണ് കുറെ കൂടി
സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഉള്ള സകല അധികാരങ്ങളും എനിക്ക്. അതാണത് സോവറിനിറ്റി. കർത്താവിൻ്റെ സർവാധിപത്യം അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കാനല്ല, അതാണ് സത്യം. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് കുറെ എല്ലാം കാറ്റഗിസത്തിൽ ഉണ്ട്, അത് പഠിച്ചാലെങ്കിലും മതി. ഇത് ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് പകർന്നിട്ടുണ്ട്. ഇപ്പം ഓക്കെ, എന്നാൽ ഞാൻ അതൊന്ന് പറയാം. ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് രാവിലെ തന്നെ. ഞാൻ സാധാരണ ഇങ്ങനൊന്നും പ്രിപ്പയർ ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതൊന്ന് തെറ്റാണ്ട് പറയാനേ. അപ്പൊ അവിടെ ആദ്യത്തെ കാര്യം ഇതാണ്, 436 CCC 436 CCC 436 ഞാൻ വായിക്കാം കേട്ടോ. ക്രിസ്തു അഭിഷിക്തൻ, CCC 436. ടെലിഫോണുള്ളവർ CCC 436 അതിനകത്ത് അടിച്ചാൽ അത് ഇംഗ്ലീഷിൽ വരും. എന്നിട്ട് അതിനെ കോപ്പി ചെയ്ത് മലയാളം ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ്. ഇത്രയും സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. ഈ സംഭവം ഉടനെ നമുക്ക് മലയാളത്തിലും കേട്ടു. അപ്പൊ ഇത് കേട്ടോ, ക്രിസ്തു അഭിഷിക്തൻ എന്നുള്ള മിശിഹ എന്ന ഹീബ്രു വാക്കിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നും ക്രിസ്തു എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന ദൗത്യം, ദിവ്യ ദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു എന്നത് യേശുവിന് യോജിച്ച സംജ്ഞയായി തീർന്നു. ഇസ്രായേലിൽ പ്രത്യേകമായി ഒരു ദൗത്യത്തിനായി ദൈവത്തിന് സമർപ്പിതരായവർ അവിടുത്തെ നാമത്തിൽ അഭിഷിക്തരായിരുന്നു. അല്ലോ, അതാണ് ഇസ്രായേലിൽ. ഇപ്പൊ സാവൂളിന്റെ കാലത്തായാലും ദാവീദിന്റെ കാലത്തായാലും രാജകീയ അഭിഷേകം തന്നെ ഒരു പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെടണമായിരുന്നു. അതാണ് ഇസ്രായേലിൽ പ്രത്യേകമായി ഒരു ദൗത്യത്തിനായി ദൈവത്തിന് സമർപ്പിതരായവർ അവിടുത്തെ നാമത്തിൽ അഭിഷിക്തരായിരുന്നു. ആ ഡെവലപ്മെന്റ് നോക്കണം. രാജാക്കന്മാരും പുരോഹിതന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവാചകന്മാരും ഈ അഭിഷേകം സ്വീകരിച്ചിരുന്നു. 29. ഇനി അതിൻ്റെ റെഫറൻസുകളാണ്, നമ്മൾ അതിലേക്ക് അതിൽ പോകാം. ഈ ഒരു പാരഗ്രാഫ് മുഴുവനും വായിച്ചു കഴിഞ്ഞിട്ട്, തൻ്റെ രാജ്യം എന്നേക്കുമായി സ്ഥാപിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെടുവാനിരുന്ന മിശിഹായെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം സർവോപരി അന്വർത്ഥമാണ്. അതിൻ്റെ വചനങ്ങൾ വായിക്കണം. രാജാവും പുരോഹിതനും പ്രവാചകനുമായി മിശിഹ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തനാവുക ആവശ്യമായിരുന്നു. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് യേശു ഇസ്രായേലിന്റെ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ സഫലമാക്കി. ഇനി ഇതിന് ഉപോത്ബലകമായ വചനങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണ്. ആദ്യത്തെ ഒന്നുകൂടി കേൾക്കാം. ഇസ്രായേലിൽ പ്രത്യേകമായ ഒരു ദൗത്യത്തിനായി ദൈവത്തിന് സമർപ്പിതരായവർ അവിടുത്തെ നാമത്തിൽ അഭിഷിക്തരായിരുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവാചകന്മാരും ഈ അഭിഷേകം സ്വീകരിച്ചിരുന്നു. ഇനി അതിൻ്റെ അടിക്കുറിപ്പിൽ വായിക്കണം. എക്സോഡസ് 29:7,
ലെവിറ്റിക്കസ് 8:12, 1 സാമുവൽ 9:16, 10:1. ഇതൊക്കെ നമ്മുടെ വളരെ 12:13, 1 രാജാക്കന്മാർ 1:39, 19. അപ്പൊ ഇതിൽ നമുക്ക് 1-2 എടുക്കാം. എക്സോഡസ്, പുറപ്പാട് 29:7. നോക്കൂ, പുറപ്പാട് 29:7. പുറപ്പാട് വായിക്കട്ടെ, ഞാൻ വായിക്കാം, ഇവിടെ നിന്ന് വായിക്കാം. വെയിറ്റ്, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. പുറപ്പാട് 29:7. അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകിച്ചു. അഭിഷേക ക്രമം കണ്ടോ? 29:1 മുതൽ വായിക്കാം. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടത് ഇതാണ്: ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ 2 മുട്ടനാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കണം. അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയുടെയും ഒരു മുട്ടാളുകളോടുമൊപ്പം കൊണ്ടുവരിക. നീ അഹറോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക. അങ്കി, എഫോദിന്റെ നിലയങ്കി, എഫോദ് ഉരസ്ത്രാണം, എഫോദിന്റെ ചിത്ര തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹറോനെ അണിയിക്കണം. അവന്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്റെ മേൽ വിശുദ്ധ കിരീടവും വെക്കണം. അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യുക. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹറോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. ഇപ്പൊ നമ്മൾ മെത്രാഭിഷേകത്തിലും ഇതൊക്കെ തന്നെയാണ് മെത്രാഭിഷേകത്തിൽ കാണുന്നത്. ഇപ്പൊ മനസ്സിലായോ? ആ സങ്കീർത്തനം 113, 133. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി കഴുത്തിന്റെ പട്ടയിലൂടെ അങ്കിയിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെയാ. അതായത് ഇതിനകത്ത് വേറൊരു കാര്യം, ഈ എല്ലാ അഭിഷേകത്തിൻ്റെയും സ്രോതസ് ക്രിസ്തു തന്നെയാണ്. ഇവിടെ ക്രിസ്തു മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാണല്ലോ. അപ്പോ മിൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചുള്ള പൗരോഹിത്യത്തിന്റെ അണ്ടറിലാണ് എല്ലാ പൗരോഹിത്യവും. പക്ഷെ അന്നത് അവരാർക്കും അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ വിസ്മരണീയമായിട്ട് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വരാനിരിക്കുന്നതിൻ്റെ നിഴലായിരുന്നു അതെല്ലാം. ഈ അഹ്റോന്റെ പൗരോഹിത്യം യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ നിഴലായിരുന്നു. എങ്ങനെയാണ് ആ പാട്ട്? നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ്. ഈ പരിശുദ്ധാത്മാവിന്റെ നയിക്കലേ ചിലപ്പോൾ നമുക്ക് ചിരി വരും.
ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ, ഞാനൊരു അച്ഛൻ, എപ്പോഴും രാസചലന അച്ഛൻ, ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ആ അച്ഛന് കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ എന്നെ വിളിച്ചേക്കണം. അന്ന് അമേരിക്കയിലായിരുന്നു, ഇപ്പോൾ റിട്ടയറായി ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിമിത്തമാണ് ഞാൻ ആ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ ഭാഗം ഓർക്കും. കാരണം അച്ഛൻ പരസ്യമായിട്ട് പറയാണ്, ഞാൻ ഇത്രയും റാസ കുർബാന അർപ്പിക്കുകയും ഇത്രയും നാളിതൊക്കെ പാടിയെങ്കിലും തോമസ് പോൾ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എന്നെ അത് ആഴമായി സ്പർശിച്ചത്. എന്ത്? നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടി. ഇപ്പൊ മൈക്കിനൊരു പുതിയ സ്റ്റാൻഡ് കിട്ടിയില്ലേ? ഈ ശൗൽ എന്ന യൂതൻ, അടുത്തത് എന്താ? നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ, മിശിഹ അവനിൽ തന്നിയമത്താൽ കാഴ്ച പകർന്നു. ഇതൊക്കെ നമ്മുടെ അകത്തങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇത് പ്രബോധന ഗീതമാണ്. ഇതൊക്കെ പ്രബോധന ഗീതമാണ്. അതാണ് കുർബാനയിലെ ഒരുപാട് ഗാനങ്ങളും അതിൻ്റെ പ്രബോധനങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ഒരു സഭാപിതാവാണ്, നിങ്ങളെല്ലാവർക്കും പരിചയമുള്ളതാണ്, പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്നത്. അതാരാ? മാർ അപ്രൈം. അദ്ദേഹം സംസാരിക്കല്ല, എല്ലാം പാട്ടിലൂടെയാണ്. നിസ്സാര കാര്യമല്ല, വളരെ പാഷാണ്ഡതകൾ ഉണ്ടായിരുന്നു. ഈ പാഷാണ്ഡതകൾക്കെതിരായിട്ട് അദ്ദേഹം ഓരോ ഗീതമിറക്കും. അത് അങ്ങനെയാണ് അദ്ദേഹം പാഷാണ്ഡതകളെ. അദ്ദേഹവും ഒരു വൈദികനായിരുന്നില്ല, ഒരു ഡീക്കൻ വരെ ആയിരുന്നു. അങ്ങനെ ഒരു അൽമായനായിരുന്നു അദ്ദേഹം. എന്താ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് സമയമായിരുന്നോ? ഷൂ, ഇത്ര പെട്ടെന്നോ? വിശപ്പുണ്ടോ? വിശപ്പില്ല, കുറച്ച് നേരം എടുക്കാം. ഞാൻ ഈ ടോപ്പിക് ഒന്ന് കംപ്ലീറ്റ് ആക്കിയേക്കാം. ഞാൻ ഇന്ന് 3 മണി മുതൽ ഭയങ്കര അഭിഷേകത്തിൽ പ്രാർത്ഥനയായിരുന്നു. നിങ്ങളിതൊക്കെ ഞാൻ ഈ പറയണതേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. നിങ്ങൾ ശുശ്രൂഷകരാണെങ്കിൽ 7 മണിക്ക് എണിക്കാൻ അല്ല ശുശ്രൂഷ. 6 മണിക്ക് എണിക്കുന്നവരും ശുശ്രൂഷാവരം കിട്ടൂല. 3 മണി ഇല്ലെങ്കിലും 4 മണിക്കെങ്കിലും എണിറ്റ് പ്രാർത്ഥന ആരംഭിക്കണം. വേറൊരു കണക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ 1:35, മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 1-ാമത്തെ വചനം പറയുന്നത്, യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവപുത്രൻ. പക്ഷെ ഈ ദൈവപുത്രൻ എന്താ ചെയ്യണേ? നമ്മൾ ആ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ശിഷ്യരാണോ എങ്കിൽ നമ്മുടെ ഗുരു ചെയ്യണത് കണ്ട് പഠിക്കണ്ടേ? ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഫോളോ മീ. ആദ്യം എന്ത് ഫോളോ ചെയ്യണം? എന്താണ് എൻ്റെ മാസ്റ്ററിൻ്റെ ഡെയിലി സ്കെഡ്യൂൾ, അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്രമം ഒന്ന് പഠിക്കണം. അത് കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് മർക്കോസ് എഴുതിയിരിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും മർക്കോസ് ആ ക്രമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്താണ് 1:35 പറയണത്? അതാണ് ഏർലി ഇൻ ദ മോർണിംഗ്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബിഫോർ ഡോൺ, അതിരാവിലെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതിരാവിലെ. അതിരാവിലെ എന്നോട്ട് പിന്നെ എന്താ? അതിരാവിലെ. അപ്പൊ ബിഫോർ ഡോൺ എന്നുള്ളതിന് എന്താ മലയാളം?
അതിരാവിലെ കണ്ടോ. അതാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മളിലുള്ള ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണണം. സൂര്യൻ എന്നുള്ളതാണ്. സൂര്യൻ ഉദയ സൂര്യൻ നമ്മളിൽ ഉദിച്ചു നിൽക്കുന്ന കർത്താവിനെ കാണണം. എനിവേ, അപ്പം വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ശുശ്രൂഷകരാകണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, വെളുപ്പിനടിക്കണം. എന്തുകൊണ്ട്? ഈശോയുടെ ശിഷ്യനാണെങ്കിൽ ഈശോയുടെ ഒപ്പം എണീറ്റിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ 3 മണിക്ക് എണീറ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പേഴ്സണൽ പ്രെയർ നടത്തിയിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അഭിഷേകം ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റേജിൽ വന്നിട്ട് എന്തെങ്കിലും പറയണതിലല്ല, 1.5-2 മണിക്കൂർ, ചില സമയത്ത് 3 മണിക്കൂർ പ്രാർത്ഥിക്കാതെ എന്നെ കർത്താവ് ശുശ്രൂഷയിൽ കയറ്റാറില്ലാത്തതിൻ്റെ കാരണം എനിക്ക് തന്നെ ദൂഷ്യമാവും. ഇപ്പൊ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ കസേരയും എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് കിടന്ന് അലറണം. എന്ത് ചെയ്യും? മനസ്സിലാവണ്ട. ഒരാൾ ഇവിടെ ഇങ്ങനെയുള്ള എമർജൻസികൾ ഉണ്ടാവും. അപ്പോൾ ഒരു കൺവെൻഷന്റെ കാര്യം ഒരാൾ പറയാണ്, ഇപ്പോൾ മൈക്ക് ശബ്ദം കൂട്ടിയല്ലോ, ഓക്കെ കുഴപ്പമില്ല, എന്നാൽ ഇത് വെക്കണം, സ്റ്റാൻഡായും. ഇത് നമ്മുടെ കേരളത്തിലല്ല, വേറൊരു സ്ഥലത്ത് നടന്നതൊരു കാര്യമാണ്. ഇങ്ങനെ വസ്തു കൺവെൻഷന് വരുന്ന ആൾക്കാരിൽ പിശാച് ബാധിച്ചവരുണ്ടാവും ഇല്ലേ? അവരെയൊക്കെ സുഖപ്പെടുത്താനല്ലേ കൺവെൻഷൻ. അപ്പോൾ ഒരു പെണ്ണ് കസേരയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ബഹളം. ഉടനെ വോളണ്ടിയേഴ്സ് പിടിച്ച് കൊണ്ടുവന്ന് കൺവെൻഷൻ്റെ കൺവീനർ എടുത്ത് കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞു, ഇത് ശരിക്കും പിശാച് ബാധയാണ്. ഒരു കുരിശ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കുരിശ് കാണിച്ചാൽ പിശാച് പോകുന്നല്ലേ വിചാരിച്ച. കുരിശ് കാണിച്ചപ്പോൾ ഈ പെണ്ണ് കുറേയും കൂടി ആലറിയാട്ട് ഇയാൾക്കങ്ങ് ദേഷ്യം കയറി. ഇതാണ് പ്രശ്നം. ദേഷ്യം കയറിയാൽ എന്ത് സംഭവിക്കുന്നു? പിശാചും ഈയരും ഒന്നായി നർത്തം. മനസ്സിലാവും? പിശാചിനെ ഒഴിക്കാൻ വരണ ശുശ്രൂഷകന് ദേഷ്യം കയറിയാൽ പിശാചും അയാളും തമ്മിൽ ഒന്നായി. ഇതാണ് ബുദ്ധി. ഇയാൾക്ക് ദേഷ്യം കയറിയിട്ട് ഇയാൾ ഈ കുരിശി പെണ്ണിന്റെ വായിൽ കുത്തിക്കയറ്റ. ഈശോയെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഇയാള് സത്യമായിട്ടും ഒന്ന് പേഴ്സണൽ പ്രെയർ ചെയ്തിട്ടില്ല. ഇയാൾ ദൈവസ്നേഹത്തിൽ നടന്നിട്ടില്ല. ഇതേ സമയത്ത് ഡിവൈനിൽ നമ്മൾ വലിയൊരു ശുശ്രൂഷ നടത്തുമ്പോൾ മെയിൻ സ്റ്റേജിൽ ഒരു പെണ്ണ് അലറി വന്നിരിക്കുന്നു. വോളണ്ടിയേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ മാത്രമല്ല അവരെ കൺട്രോൾ ചെയ്യാൻ ചെന്ന സിസ്റ്റേഴ്സ് ആ സിസ്റ്ററിൻ്റെ കയ്യിൽ കയറി കടിച്ചിട്ട് ഒരു കഷ്ണം കയ്യിലില്ല, അതുകൊണ്ടൊന്ന് കാണിക്കാൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം അവരെ നിങ്ങൾ ആ മുറിയിൽ കൊണ്ടുപോയി ഇരുത്ത്. അപ്പോൾ അവർ കെട്ടിയൊക്കെ സങ്കടം. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവെല്ലിൽ ഇനി പ്രോബ്ലം നമ്മൾ സോൾവ് ആക്കണം. നമ്മളാണ് ധ്യാനക്കുരുവിനാണല്ലോ ഇത് കെട്ടി. അപ്പോൾ എല്ലാവരും വന്നു, അവൾ അങ്ങനെ ചെയ്തു, അവൾ ഭയങ്കര ഭീകരിയാണ്, പിശാചാണ്. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കും. ഇവിടെ നിന്നിട്ടൊരു മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ജനാലയിൽ കൂടി നമ്മൾ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മോളെ, ഞങ്ങളെല്ലാം നിന്നെ സ്നേഹിക്കണം. അപ്പൊ തന്നെ പെട്ടെന്ന് അവൾക്കൊരു ഭൂതോദയം പോലെ, അവളൊരു വ്യത്യാസം. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കും ഒരു ഫീലായി. ഞാൻ പറഞ്ഞു, നമുക്കങ്ങ് സ്നേഹിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സ്നേഹിക്കാം.
നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ സ്വന്തം സഹോദരി ഇങ്ങനെ ഉണ്ടായിക്കൂടെ? നമ്മുടെ അമ്മയ്ക്കുണ്ടായിക്കൂടെ? നമ്മുടെ ഭാര്യയ്ക്കുണ്ടായിക്കൂടെ? നമ്മുടെ ബന്ധുക്കൾക്കുണ്ടായിക്കൂടെ? നമുക്ക് തന്നെ ഉണ്ടായിക്കൂടെ? അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ അങ്ങ് സ്നേഹിക്കുക. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മകളെ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നു, മാതാവ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇവളിൽ നിറയണേ, ഞങ്ങൾ സ്നേഹിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അലർച്ച ഒച്ചയൊക്കെ നിന്ന് ഇതങ്ങ് ശാന്തമായി അവിടെ ഇരുന്നിട്ട് പിന്നെ അത് കരയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മനസാന്തരം വന്നു. പിന്നെ മൂടി തുറന്നു, അത് വിട്ടു, ഒരു കുഴപ്പമില്ല. ഡെലിവറൻസ് നടന്നോ? എന്താണ് അപ്പോൾ ഡെലിവറൻസ് നടന്ന കാരണം? സ്നേഹം ദൈവമാകുന്നു. ലവ് ഈസ് എ പേഴ്സൺ. സ്നേഹം ആരാണ്? ദൈവമാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി ആ ആളെ പൊസസ് ചെയ്യുന്നു. ആ ആളിലുള്ള മറ്റ് പൊസഷനെല്ലാം വിട്ടുപോകുന്നു. ഇതാണ് ഒരുപാട് സ്ഥലത്ത് എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്നേഹം കൊണ്ട് നിറയണം. 3 മണിക്കൂറെങ്കിലും പേഴ്സണൽ പെയർ ചെയ്യണം. ഇത് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല, ഞങ്ങൾ കുടുംബക്കാരാണ്. ഒരു ദിവസമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഒരു ട്രയലായിട്ടൊന്ന് ചെയ്ത് നോക്കും. ഒരു 3 മണിക്കൂർ വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ദൈവസ്നേഹം നിറയണേ, ദൈവസ്നേഹം നിറയണേ. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ആത്മാവിൻ്റെ ഫലങ്ങൾ, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിർത്താം. ഇത് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധാത്മാവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാല ഹലബല ഹലബല ശാലബല ഹലബല ശാലബല ഹലബല ശാലബല ഹലബല 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 ഹലബല. അഭിഷേകം തുറക്കണമേ, ഞങ്ങളിലുള്ള രാജകീയ അഭിഷേകം തുറക്കണമേ, ഞങ്ങളിലുള്ള പൗരോഹിത്യ അഭിഷേകം തുറക്കണമേ, ഞങ്ങളിലുള്ള പ്രവാചക അഭിഷേകം തുറക്കണമേ. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി, കഴുത്തിന്റെ പട്ടയിൽ ഉടങ്കിയിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെയാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ മലയാളത്തിൽ നമ്മുടെ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ശുശ്രൂഷ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു വരി സങ്കീർത്തനമൊക്കെ പാടാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ തന്നെ പാടാൻ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇംഗ്ലീഷിൽ, ഈ മലയാളത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമാണ്, വളരെ മനോഹരം. അത് അല്പം ഇതുപോലെ ഗാനമായിട്ട് ആലപിക്കുകയും അതിൻ്റെ അർത്ഥരാർത്ഥം മനസ്സിലാക്കി പാടുകയും ചെയ്യുമ്പോഴാണ് എന്തോ ഒരു അഭിഷേകമാണ്, അഭിഷേകം. ഓക്കെ, അപ്പം നമുക്ക് ഈ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു, എന്നാലും 40 മിനിറ്റ് എടുക്കും. 45 മിനിറ്റിൽ വരണം എല്ലാവരും. അരമണിക്കൂർ